മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമുണ്ട്, ഈ പ്രഭാതത്തിൽ വിശുദ്ധ ലൂക്കാ അറിയിച്ച കർത്താവിന്റെ സുവിശേഷം 8-ാം അധ്യായം 50-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 8 വേഴ്സ് 50. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യൂ, അവൾ സുഖം പ്രാപിക്കും. 1970 അപ്പോളോ 13 എന്ന അമേരിക്കൻ ബഹിരാകാശ പേടകം ചന്ദ്രൻ ലക്ഷ്യമാക്കി കുതിച്ചുയർന്നു. ബഹിരാകാശത്ത് പേടകം ചുറ്റിക്കറങ്ങുന്നതിനിടയിൽ പേടകത്തിനുള്ളിൽ നിന്നും സ്ഫോടനത്തിന്റെ ശബ്ദമുയർന്നു. മാതൃപേടകത്തിലെ ഓക്സിജൻ ടാങ്ക് പൊട്ടിത്തകർന്നതായിരുന്നു അത്. ആസന്നമായ അപകടത്തിന്റെ സിഗ്നലുകൾ ഭൂമിയിലേക്ക് പ്രവഹിച്ചു. ഉപഗ്രഹത്തെ ഭൂമിയിൽ നിന്ന് നിയന്ത്രിച്ച ശാസ്ത്രജ്ഞന്മാരുടെ മുഖം വിവർണമായി, കൈകൾ വിറച്ചു. മനുഷ്യൻ നിസ്സഹായനായ വേളയിൽ ദൈവത്തിൽ ശരണം തേടാൻ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ സമീപത്ത് കണ്ട ദേവാലയ ചാപ്പലിലേക്ക് ഓടിക്കയറി. നിക്സൺ പ്രാർത്ഥനയുടെ വഴി തേടിയ അതേ നിമിഷം ലോകത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പ്രാർത്ഥനയിലേക്ക് തന്നെ തിരിയുകയായിരുന്നു. വ്യത്യസ്ത ചിന്താഗതിക്കാരും വൈരുദ്ധ്യ സ്വഭാവക്കാരുമായ മാനവരാശി ഒരേ ലക്ഷ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം ശ്രവിച്ചു. സയൻസിന് അസാധ്യമായ കാര്യം ദൈവം സാധ്യമാക്കി. ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചു. നിർനിമേഷരായി നിൽക്കുമ്പോൾ പേടകം സുരക്ഷിതമായി നിലത്തിറങ്ങി. സഞ്ചാരികൾ ഒരു പോറൽ പോലും ഏൽക്കാതെ പേടകത്തിനുള്ളിൽ നിന്നും പുറത്തിറങ്ങി. മനുഷ്യൻ തന്നെ നിസ്സഹായ അവസ്ഥ ദൈവത്തിനു മുന്നിൽ ഏറ്റുപറയുമ്പോൾ ദൈവം അത് അലിവോടെ സ്വീകരിക്കും. വിശുദ്ധ പാദ്രോപ്പിയോ പറയുന്നുണ്ട്, പുസ്തകത്തിൽ നാം ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്നു, പക്ഷെ പ്രാർത്ഥനയിൽ അനുഭവിച്ച് കണ്ടെത്തും. അതാണ് നമ്മെ രക്ഷിക്കുന്നത്. പ്രാർത്ഥനയാകുന്ന വലിയ കവചം നമുക്കെല്ലാവർക്കും അഭയകേന്ദ്രമാവണം. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു. എപ്പോഴും എന്നേക്കും.